In the figure, semicircles are drawn with the sides of right triangles as diameters. Prove that the area of largest semicircle is the sum of the areas of small circle ones. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയൊരു കാര്യം മനസ്സിലാകും. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമ്മുടെ റൈറ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ സൈഡ് ഡയമീറ്റർ ആയിട്ട് സെമി സർക്കിൾ വരഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം റൈറ്റ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഹൈപ്പട്ന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇത് ബേസ് ആണ്, ഇത് ആൾട്ടിറ്റ്യൂഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിൻ്റെ സെമി സർക്കിളാണിത്. ഈ സൈഡിൻ്റെ സെമി സർക്കിൾ, ഈ സൈഡിൻ്റെ സെമി സർക്കിൾ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഏരിയ, ഇതും ഏരിയ ആഡ് ചെയ്ത് നമുക്കിത് കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് ഇതും യോജിപ്പിച്ചാൽ ഇതിന് കണക്കായിട്ട് വന്നിരിക്കും. അതാണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ബ്ലൂ കളറും ഗ്രീൻ കളറും ആഡ് ചെയ്താൽ റെഡ് കളറിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡ് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ സൈഡ് സാധാരണയായിട്ട് റൈറ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ് നമ്മൾ എ ബി സി എന്നുള്ള രീതിയിലാണ് എടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തറിയാം, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ, ഹൈപ്പട്ന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഓർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ. അത് എങ്ങനെയായാലും കുഴപ്പമില്ല. പിന്നെ ഒരു ഭംഗിയുള്ള പിക്ചറിലൂടെ വരച്ചിട്ടുണ്ട്. ഇതിന് കളർ കൊടുക്കണം, ബ്ലൂ കളർ, ഗ്രീൻ കളർ, റെഡ് കളർ. അപ്പം നമുക്കൊരു കാര്യം അറിയാം, ഏരിയ ഓഫ് സർക്കിൾ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ, ഏരിയ ഓഫ് സെമി സർക്കിൾ, അതായത് ഒരു സർക്കിളിൻ്റെ ഫുള്ളായിട്ടുള്ളതിൻ്റെ ഏരിയ ആണെങ്കിൽ പൈ ആർ സ്ക്വയർ ആണ്. ഏരിയ ഓഫ് സെമി സർക്കിൾ മീൻസ് ഹാഫ് സർക്കിൾ ഈക്വൽ ടു ഹാഫ് പൈ ആർ സ്ക്വയർ. ഒരു സർക്കിളിൻ്റെ മുഴുവനായിട്ട് പൈ ആർ സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ പകുതി സർക്കിളിനൊരു ഹാഫ് പൈ ആർ സ്ക്വയർ ആയിരിക്കും. ഓൾസോ വി നോ ദാറ്റ് ഹൈപ്പട്ന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. Since triangle ABC is right angled triangle, then we know that C square equal to A square plus B square. We know that hypotenuse square equal to base square plus altitude square. ഇവിടെ നമുക്ക് ബേസ് സ്ക്വയറും ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുന്നത് സി സ്ക്വയർ ആണ്. നമുക്കറിയാം, we know that C square equal to A square plus B square. Area of semicircle with diameter A equal to half pi R. R എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ഈ സെമി സർക്കിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡയമീറ്റർ ആണ് എ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് എന്തായിരിക്കും? A/2 ആയിരിക്കും. ഡയമീറ്റർ അത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ സൈഡിൽ അവിടെ എഴുതി വെക്കാം. ഡയമീറ്റർ ഈക്വൽ ടു എ, റേഡിയസ് ഈക്വൽ ടു A/2. അപ്പോൾ നമുക്കറിയാം ഹാഫ് പൈ ആർ സ്ക്വയർ, ഹാഫ് പൈ A/2 ഹോൾ സ്ക്വയർ. ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ ബി ആകുമ്പോൾ അതിൻ്റെ റേഡിയസ് എന്തായിരിക്കും? B/2 ആയിരിക്കും. ഡയമീറ്റർ എ ആകുമ്പോൾ റേഡിയസ് A/2, ഡയമീറ്റർ ബി ആകുമ്പോൾ റേഡിയസ് B/2. ഹാഫ് പൈ ആർ സ്ക്വയർ, ആർ ഈസ് B/2. ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ സി ഈക്വൽ ടു ഹാഫ് പൈ C/2 ഹോൾ സ്ക്വയർ. ഡയമീറ്റർ സി ആകുമ്പോൾ റേഡിയസ് C/2. വേരിയബിൾ ആകുമ്പോൾ നമുക്കതിൻ്റെ ഹാഫ് നമ്പറായിട്ട് എടുക്കാൻ പറ്റില്ല. ഡയമീറ്റർ എ ആകുമ്പോൾ റേഡിയസ് A/2, ഡയമീറ്റർ ബി റേഡിയസ് B/2, ഡയമീറ്റർ സി റേഡിയസ് C/2. സം ഓഫ് റേഡിയസ് ഓഫ് സെമി സർക്കിൾസ് വിത്ത് ഡയമീറ്റേഴ്സ് ഈക്വൽ ടു, നമ്മൾ എന്ത് ചെയ്യാം, ആ സ്മോൾ സെമി സർക്കിളിൻ്റെ ഏരിയാസ് ആഡ് ചെയ്യാം. ഹാഫ് പൈ A/2 ഹോൾ സ്ക്വയർ പ്ലസ് ഹാഫ് പൈ B/2 ഹോൾ സ്ക്വയർ, ഹാഫ് പൈ A/2 ഹോൾ സ്ക്വയർ പ്ലസ് ഹാഫ് പൈ B/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു, ഇവിടെ രണ്ടിലും ഹാഫ് പൈ കോമൺ ആയിട്ടുണ്ട്. ഇവിടെയും ഹാഫ് പൈ ഉണ്ട്, ഇവിടെയും ഹാഫ് പൈ ഉണ്ട്. നമുക്ക് ബ്രാക്കറ്റിൽ എന്ത് എഴുതിയാൽ മതി? ഇവിടെ A/2 ഹോൾ സ്ക്വയർ മീൻസ് A square by 4, B/2 whole square means B square by 4. ഹാഫ് പൈ ഇവിടെ കോമൺ ആയിട്ടാണ് ഉള്ളത്. ഹാഫ് പൈ A/2 ഹോൾ സ്ക്വയർ പ്ലസ് ഹാഫ് പൈ B/2 ഹോൾ സ്ക്വയർ. ഹാഫ് പൈ കോമൺ ആയിട്ടുണ്ട്. A square by 4, B square by 4, A square by 4 plus B square by 4. ഹാഫ് പൈ ഞാൻ ആദ്യം 4 വെളിയിലെടുത്തിട്ട് പിന്നെ മാറ്റി എഴുതാമെന്ന് വെച്ചു. പിന്നെ വിചാരിച്ചു ഇങ്ങനെ തന്നെയാണ് നല്ലതെന്ന്. ഇവിടെ നോക്കി ഡിനോമിനേറ്റർ 4 തന്നെയാണ്, സെയിം. A square plus B square by 4 ആണ്. ഇനി A square plus B square എന്ന് പറഞ്ഞാൽ എന്താണ്? C square ആണ്. നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഹൈപ്പട്ന്യൂസ് സ്ക്വയറിൻ്റെ കാര്യം. നമ്മൾ ഇതിന് പകരം A square plus B square, instead we can write A square plus B square C square.
half pi c square by 4. c square by 4 means c by 2 whole square. c square by 4 equal to c by 2 whole square. Area of the largest semicircle is the sum of areas of the smaller ones. നമുക്ക് എന്ത് കിട്ടി? ഇപ്പം നമ്മളത് ആഡ് ചെയ്ത സമയത്ത് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? അത് ലാർജ് സർക്കിളിൻ്റെ സെമി സർക്കിളിൻ്റെ ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട്. സി സ്ക്വയർ എന്ന് പറയുന്നത് ലാർജിൻ്റെ ഏരിയ ആണല്ലോ. അപ്പം നമുക്ക് ഹാഫ് സി സ്ക്വയർ സി ബൈ 2 ഹോൾ സ്ക്വയർ ഓർ സി സ്ക്വയർ ബൈ 4 എന്ന് പറയുന്നത് ലാർജ് സർക്കിളിൻ്റെ ഏരിയ ആണ്. അപ്പം ചെറിയ രണ്ട് സ്മോൾ സർക്കിൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? വലിയ സർക്കിളിൻ്റെ ഏരിയ കിട്ടിയിട്ടുണ്ട്. വലിയ സെമി സർക്കിളിൻ്റെ ഏരിയ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ലെങ്ത് ആൻഡ് ആംഗിൾ. നമുക്കൊരു കാര്യം അറിയാം, ഈ നമ്മുടെ സർക്കിളിൻ്റെ പീസ് കണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ ആംഗിൾ ഞാൻ 45 ഡിഗ്രിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് 1/8 പാർട്ടാണ് ടോട്ടലി. 45 ഡിഗ്രി എടുക്കുമ്പോൾ ഇവിടെ ഒരു 45 വരും, 45 അങ്ങനെ 45 ഡിഗ്രി മേക്സ് നമ്മുടെ സർക്കിൾ ഇൻറ്റു 8 ഈക്വൽ പാർട്സ്. 45 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് സർക്കിൾ ഇവിടെ 45 എന്ന് പറഞ്ഞാൽ നമുക്ക് 8 പാർട്സ് ആണ് ഉണ്ടാവുക. ഈ 8 പാർട്ട് 45 ഡിഗ്രീൻ്റെ ഉണ്ടാവും. അതെന്ന് പറയുന്നത് 1/4 പൈ ആണ്. പൈ മീറ്റർ എന്നാണ് അതിൻ്റെ ലെങ്ത്ത് പറയുന്നത്. ഇത് ലെങ്ത്ത് എന്തുകൊണ്ടാണ് 1/4 പൈ മീറ്റർ എന്ന് പറയുന്നത്? ഈ ഭാഗത്തിന് നമുക്കറിയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ എന്താണ് 2πr ആണ്. അപ്പം നമ്മുടെ ഈ 1/4 എന്ന് പറയുന്നത് ഞാനിവിടെ ഇപ്പോൾ ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് 180 വരെയേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെ ഓർമ്മിച്ചാൽ മതി. ഇതിൻ്റെ പകുതി എന്ന് പറയുന്നത് പൈ ആണ്, 180 എന്ന് പറയുന്നത് ഓർമ്മിക്കുക. ടോട്ടലാണ് 2π വരുന്നത്, ടോട്ടലാണ് 360 ഡിഗ്രി വരുന്നത്. പകുതി പാട്ടാണെങ്കിൽ എന്താ വരിക? പൈ മാത്രമേ വരുള്ളൂ. അപ്പം നമ്മൾ ഇതിൻ്റെ ഈ പീസിനെ 1/4 പൈ എന്നാണ് പറയാം. ഇത് ടോട്ടൽ പൈ ആവുക. ഇത് സെമിയാണ്, പകുതി തന്നെയാണുള്ളത് അല്ലേ? ഇത് സർക്കിളിൻ്റെ പകുതി തന്നെയാണ്. പെരിമീറ്റർ, ഹാഫ് പെരിമീറ്റർ, ഹാഫ് പാർട്ട് ഈസ് പൈ മീറ്റർ. ഹിയർ 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ 1/6 ഓഫ് സർക്കിളാണ്, 1/6 പാർട്ടാണ്. അത് 1/3 പൈ മീറ്റർ ആണ് ഉണ്ടാവുക. അതായത് ഈ പീസ് എന്ന് പറഞ്ഞത് 1/3 മീറ്റർ ആണ്. അപ്പം നിങ്ങൾ 180, ഇതിപ്പം നമ്മുടെ 180 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 3 പാർട്ടായിരിക്കും. 180 ആണെങ്കിൽ 3 പാർട്ടായിരിക്കും. മൊത്തത്തിൽ 60 ഡിഗ്രി വരുന്ന സമയത്ത് 1/6 പാർട്ടായിരിക്കും. 90 ഡിഗ്രി വരുമ്പോൾ ടോട്ടലി നമുക്ക് 1/4 പാർട്ടാണ്. ഇതിനെ ഈ പീസിനെ നമ്മൾ എന്ത് പറയും? 180 ഡിഗ്രി ആകുമ്പോൾ 180 പൈ ആണ്, ഹാഫ് ഓഫ് പൈ ആണ്. 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഹാഫ് ഓഫ് പൈ അല്ലേ വരാം? ഹാഫ് ഓഫ് പൈ ആണ് 90 ഡിഗ്രി. അത് ഓർമ്മിച്ചാൽ മതി, നമ്മുടെ ഡിഗ്രി മെഷർമെൻറ്റ് മാത്രം ഓർമ്മിച്ചാൽ മതി. ഹാഫ് ഓഫ് പൈ എന്ന് പറയുന്നത് 90 ഡിഗ്രി. The length of an arc of central angle x degree is 2πr into x by 360. This is a definition. ഇതെന്ത് ചെയ്യണം? നമ്മൾ റെഡ് കളർ ബോക്സിലൊക്കെ ആക്കി റെഡ് ക്രയോൺ കൊണ്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രയോൺ കൊണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനേഷനാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇതിനെ ഒന്ന് നമ്മൾ ക്രയോൺ കൊണ്ടൊക്കെ ഷെയ്ഡ് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ റെഡ് കളർ കൊണ്ടൊന്ന് ബോക്സ് ചെയ്ത് വെക്കുക. ലെങ്ത് ഓഫ് എൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ എക്സ് ഡിഗ്രി ഈസ് 2πr into x by 360 ഡിഗ്രി. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞത് ഏരിയ കാണാൻ πr², പെരിമീറ്റർ 2πr. Here we want to study the length of an arc or central angle. Length of an arc, അതായത് സർക്കിളിൻ്റെ ഒരു പീസ് കാണാൻ. ഇതേപോലെയുള്ളൊരു പീസ് നമുക്ക് ഇങ്ങനെ പിക്ചർ വരച്ചിട്ടൊക്കെ കാണാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ ഇതേപോലെയുള്ളൊരു പീസ്, ഒരു ആർക്കിൻ്റെ ഒരു പീസ് കാണാൻ വേണ്ടിയിട്ട്, ഇത്ര വരെയുള്ള ഈ ലെങ്ത്ത് കാണാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ ഉണ്ട് 2πr into x by 360. അതിന് നമുക്ക് എന്തറിഞ്ഞാൽ മതി? സർക്കിളിൻ്റെ റേഡിയസും ആംഗിളും തന്നാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ ഒരു പീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, പീസിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. നമ്മൾ മുമ്പേ പറഞ്ഞില്ല, നമുക്ക് പൊട്ടിയ വളക്കഷ്ണത്തിൻ്റെ പീസൊക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ അതിൻ്റെ സെൻട്രൽ ആംഗിളും നമുക്ക് അതിൻ്റെ ഇതുണ്ടെങ്കിൽ, സെൻട്രൽ ആംഗിളും അതിൻ്റെ റേഡിയസ് അറിയെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അതിൻ്റെ ലെങ്ത്ത് നമുക്ക് എന്ത് സ്കെയിൽ വെച്ചിട്ടൊന്നും മെഷർ ചെയ്യാൻ പറ്റില്ല അല്ലേ? ഇതേപോലെയുള്ള ബെൻഡുള്ള ലെങ്ത്ത് നമുക്ക് സ്കെയിൽ വെച്ചിട്ട് കണ്ടുപിടിക്കാനൊക്കെ വിഷമമാണ്. സോ നമുക്കിത് ഇക്വേഷനാണ് 2πr into x by 360. The length of an arc of a circle is that fraction of the perimeter as the fraction of 360 degree, that is central angle is. അതിൻ്റെ എന്താ പറയുക? പെരിമീറ്റർ ആസ് ദ ഫ്രാക്ഷൻ ഓഫ് 360. നമ്മൾ ഏതാണോ ആംഗിൾ അതുള്ളത്, അതിൻ്റെ മീനിങ് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 2πr into x by 360 എന്ന് പറയുന്നത്. 2πr into x by 360 degree. 2πr into x by 360
ഡിഗ്രിയാണ്. ഇതാണ് നമ്മുടെ സെൻട്രൽ ആംഗിൾ. ഇതിൻ്റെ ലെങ്ത് ഓഫ് എൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ എക്സ് ഡിഗ്രി. സെൻട്രൽ ആംഗിൾ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇതാണ്. സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ 60 എന്ന് കൊടുക്കാം. സെൻട്രൽ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 90 കൊടുക്കാം. സെൻട്രൽ ആംഗിൾ 45 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 45 എന്ന് കൊടുക്കാം. നമുക്കിതിനൊരു ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി? In a circle of radius 3 cm, what is the length of an arc of central angle 60 degree? അതായത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഒരു സർക്കിളിൻ്റെ ലെങ്ത്, ഒരു കഷ്ണം, ഒരു പീസിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. അതാണ് ലെങ്ത് ഓഫ് എൻ ആർക്ക് എന്ന് പറയുന്നത്. സർക്കിൾ എങ്ങനെയുള്ള സർക്കിളാണ്? 3 cm ഉള്ള സർക്കിളാണ്. അതായത് 3 cm റേഡിയസിലുള്ള സർക്കിൾ വരഞ്ഞിട്ട് അതിൻ്റെ അകത്ത് 60 ഡിഗ്രി, അതായത് 3 cm റേഡിയസിലുള്ള സർക്കിൾ ഇങ്ങനെ നമ്മൾ വരഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളതിനൊരു റേഡിയസ് വരഞ്ഞിട്ട് ഇതിൻ്റെ 60 ഡിഗ്രി വരുന്നതിൻ്റെ ഒരു ആംഗിൾ അടയാളപ്പെടുത്തിയാൽ ഈ പീസ് എത്രയായിരിക്കും? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ലെങ്ത് ഓഫ് എൻ ആർക്ക് ഈക്വൽ ടു, ഹിയർ ഗിവൺ റേഡിയസ് ഈക്വൽ ടു 3 cm, സെൻട്രൽ ആംഗിൾ ഈക്വൽ ടു 60 ഡിഗ്രി. വി നോ ദാറ്റ് ലെങ്ത് ഓഫ് എൻ ആർക്ക്, വി ഫസ്റ്റ് റൈറ്റ് ദ ഇക്വേഷൻ. ലെങ്ത് ഓഫ് എൻ ആർക്ക് ഈക്വൽ ടു 2πr ഇൻറ്റു എക്സ് ബൈ 360 ഡിഗ്രി. എക്സ് ഡിഗ്രി എന്ന് എഴുതുന്ന നിർബന്ധമില്ല. എക്സ് ബൈ 360 എന്ന് എക്സ് ഡിഗ്രി ബൈ 360 എഴുതുമ്പോൾ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ഡിഗ്രി ബൈ 360 ഡിഗ്രി എന്ന് റീഡ് ചെയ്യുമ്പോൾ എന്താ പറയുക, നമ്മൾ എക്സ് ബൈ 360 എന്ന് പറഞ്ഞാൽ മതി. ഡിഗ്രീൻ്റെ നമുക്കറിയാം ഡിഗ്രി മെഷർമെൻ്റ് ആണെന്നത് എഴുതുമ്പോൾ ഉണ്ടായാൽ മതി. 2π ഇൻറ്റു ആർ ഈസ് 3 ഇൻറ്റു 60 ഡിഗ്രി, സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി, 60 ബൈ 360. ഇനി നമുക്ക് മുകളിലും താഴെയുള്ള നമ്പേഴ്സ് നോക്കിയിട്ട് നമുക്കത് കട്ട് ചെയ്യാം. ഇവിടെ ഞാൻ 0യും ഈ 0യും കട്ട് ചെയ്തു. അപ്പോൾ 6 ബൈ 36 ആയിട്ട് മാറി. അപ്പോൾ 2π ഈ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ആവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനത് വീണ്ടും ബാക്കിയുള്ള നമ്പേഴ്സ് അവിടെ എഴുതിയത്. ഇവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്യാം. എങ്ങനെ? 2 ഇൻറ്റു 3 6, 6 ഇൻറ്റു 6 36, 2 ഇൻറ്റു 3 6, 2 3s are 6, 6 ഇൻറ്റു 6 36. ന്യൂമറേറ്ററിലും 36 വന്നു, ഡിനോമിനേറ്ററിലും 36 വന്നു. അതങ്ങ് ക്യാൻസലായി പോകും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈ സ്റ്റെപ്പ് ഇവിടെ നിന്ന് നമുക്ക് ചെയ്യാമായിരുന്നു. പിന്നെ കൺഫ്യൂഷൻ ആവേണ്ട വെച്ചിട്ടാണ് ഒരു സ്റ്റെപ്പ് അധികം എഴുതിയിട്ടുള്ളത്. 2π ഇൻറ്റു 3 ഇൻറ്റു 6 ബൈ 36. എങ്ങനെയും ചെയ്യാം. 3 6 are 18, 18 ഇൻറ്റു 2 36. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വെട്ടിക്കളയാം. അപ്പോൾ എന്ത് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ? പൈ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. സോ അതിൻ്റെ ലെങ്ത് ഓഫ് ആർക്ക് എന്ന് പറയുന്നത് 5 cm. What about the length of an arc of central angle 50 degree in a circle of radius 2.5 cm? അപ്പോൾ ഇവിടെ നമുക്ക് സെൻട്രൽ ആംഗിൾ 50 ഡിഗ്രി തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് എൻ ആർക്ക് കാണാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ വേണ്ടൂ. 2πr ഇൻറ്റു എക്സ് ബൈ 360 ഡിഗ്രി, 2π ഇൻറ്റു എക്സ്, ആർ മെഷർമെൻറ്റ് ഈസ് 2.5 ഇൻറ്റു ഡിഗ്രി മെഷർമെൻറ്റ് 50 ഡിഗ്രി ബൈ 360. ഇത് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമുക്കിത് ചെയ്യാൻ വേണ്ടി എളുപ്പമാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതാ ഈ 0യും വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. എന്നിവ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2 ഇൻറ്റു 5 നമുക്ക് എളുപ്പമുള്ളത് നോക്കിയിട്ട് ഫസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 5 എന്താണ്? 2 5s are 10 ആണ്. ഈ ഫസ്റ്റിലേറ്റതും ലാസ്റ്റിലേറ്റതും മൾട്ടിപ്ലൈ ചെയ്യാം. 2 5s are 10. 10 ഇൻറ്റു 2.5 നമുക്കറിയാം. എപ്പോഴും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡെസിമൽ പ്ലേസ് ഉണ്ടെങ്കിൽ ഡെസിമൽ എന്താകും, ക്യാൻസലായി പോകും. ഇവിടെ എന്താണ്, ഇവിടെ പോയിൻ്റ് ഒരു പ്ലേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 ഇൻറ്റു 5 10 ആണ്. 10 ഇൻറ്റു 2.5 25 ആവും. 10നെ 2.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ ഡെസിമൽ അങ്ങോട്ട് ക്യാൻസലായി പോകും. 25 π ബൈ 36. ഓർമ്മിക്കേണ്ട കാര്യം 2π ഇൻറ്റു 2.5, 2π ഇൻറ്റു 2.5 ഇൻറ്റു 50 ഡിഗ്രി ആയിരുന്നു. താഴെയുള്ള 0യും മുകളിലുള്ള 0യും ക്യാൻസലാവും. പിന്നെ 2 5s are, നമ്മൾ ഫസ്റ്റ് നമുക്ക് എങ്ങനെ വേണ്ടിയൊക്കെ ചെയ്യാം. അവിടെ ഇപ്പോൾ അതാ 2 ഇൻറ്റു 2.5, 2 ഇൻറ്റു 2.5 എന്ന് പറഞ്ഞാൽ 5 ആണ്. ആ 5ഉം ഈ 5 ഇൻറ്റു ചെയ്താൽ 25 ആണ്. 2 ഇൻറ്റു 2.5 എന്ന് പറയുന്നത് നമുക്ക് 5.0 എന്നാണ് കിട്ടുക. 5.0 എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്. അപ്പോൾ 5 ഇൻറ്റു 5 25. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. 2 ഇൻറ്റു 5 10 ആണ്. 10 ഇൻറ്റു 2.5 എന്ന് പറയുമ്പോൾ 25. ഞാൻ ഇതിൻ്റെ ആൻസർ നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. എക്സാമിനൊക്കെ വരുമ്പോൾ ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. ഇപ്പോൾ ഈ മൾട്ടിപ്ലൈ ഒന്നും വേണ്ട, ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. ഇത് നമ്മൾ 25നെ 36 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് 3.14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ ആൻസർ 2.18 ആണ് കിട്ടുക. അത് വേണമെങ്കിൽ അത് 2.2 എന്ന് എഴുതി വെക്കാം. പൈ വരെയുള്ള വാല്യൂ മാത്രമേ ആവശ്യമുള്ളൂ.
എക്സാമിനൊക്കെ വരുമ്പോൾ നിങ്ങൾ കാൽക്കുലേഷൻ ഒരുപാട് എന്താണ് പൈ അത് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ട് തെറ്റിപ്പോകേണ്ട ആവശ്യമില്ല. പൈയിൽ തന്നെ ആൻസർ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. From an iron ring of radius 9 cm, a piece of central angle is 30 degree is cut off. This is then bent into a small circle. What is the radius of this circle? നമ്മുടെ ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കണം. എന്താ ചെയ്തിരിക്കുന്നത്? ഫ്രം എ അയേൺ റിങ് ഓഫ് റേഡിയസ് 9 cm. ഒരു അയേൺ റിങ് ഉണ്ടായിരുന്നു, അതിൻ്റെ റേഡിയസ് 9 ആണ്, ഒരുപാട് വലിയൊരു റിങ് ആണ്, 9 cm ആണ്. അതിൻ്റെ അകത്തുനിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. എ പീസ് ഓഫ് സെൻട്രൽ ആംഗിൾ 30 ഡിഗ്രീസ് കട്ട് ഓഫ്. അതായത് നിങ്ങൾ അസ്യൂം ചെയ്യുക എന്താണ് 9 cm റേഡിയസുള്ള ഒരു സർക്കിളാണ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ സെൻറ്റർ ആംഗിൾ 30 ഡിഗ്രി വരുന്ന ഒരു പീസ്, 30 ഡിഗ്രി ചെറിയ ആംഗിളാണ്, ഇതുപോലെയുള്ളൊരു പീസ് എടുത്തു. ദിസ് ഈസ് ബെൻഡ് ഇൻ ടു സ്മോൾ സർക്കിൾ. നമുക്കറിയാം ഇല്ലേ, ഇങ്ങനെയുള്ളൊരു പീസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, അത് ബെൻഡ് ചെയ്തിട്ട്, അതായത് റൗണ്ട് ഷേപ്പാണ് അല്ലേ, നമുക്കത് ബെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സർക്കിൾ ഉണ്ടാക്കാം. ഇപ്പം നമ്മൾ ഗോൾഡൊക്കെ ആണെന്ന് ഓർമ്മിച്ചോ. ഗോൾഡ് നിങ്ങളുടെ കയ്യിലൊരു ഗോൾഡ് ഉണ്ട്, ഒരു വളയുണ്ട്, ആ വളയെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിങ്ങൊക്കെ ഉണ്ടാക്കാൻ പറ്റും അല്ലേ. ഇത് വളയുടെ ഒരു പീസ് മുറിച്ചെടുത്തിട്ട് അത് ഉരുക്കിയിട്ടൊക്കെ അവർ ചെയ്യും അല്ലേ, റിങ് റൗണ്ട് ചെയ്തിട്ട് ആക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് തന്നെ ഇങ്ങനെ ബെൻഡ് ചെയ്ത് നമുക്ക് മെൽറ്റ് ചെയ്യാനൊക്കെ എളുപ്പമുള്ള ഒരു ഇതാണ് നമ്മുടെ ഗോൾഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുപോലെ എന്താണ് അയൺ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് അതേപോലെ മെൽറ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ റൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ലെങ്ത്ത് തന്നെ ആയിരിക്കും ഇതിൻ്റെ ടോട്ടൽ, ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. അത് ഓർമ്മിച്ചാൽ മതി. അതായത് നമ്മുടെ വലിയ സർക്കിളിൻ്റെ, അതായത് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്ത വലിയ സർക്കിളിൻ്റെ ഈ ഒരു പീസ്, സർക്കിളിൻ്റെ ആർക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ് വന്നല്ലോ. അതായത് ഈ പീസ് കൊണ്ട് ഈ കംപ്ലീറ്റ് സർക്കിളായി. അതായത് ഇതിൻ്റെ ലെങ്ത് ഓഫ് ആർക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ പെരിമീറ്റർ ആയിരിക്കും. ലെങ്ത് ഓഫ് എൻ ആർക്ക് ഓഫ് അയൺ റിംഗ് ഈക്വൽ ടു 2πr ഇൻറ്റു എക്സ് ബൈ 360 ഡിഗ്രി. ലെങ്ത് ഓഫ് എൻ ആർക്ക് ഓഫ് അയൺ റിംഗ് എന്ന് പറയുന്നത് 2πr ഇൻറ്റു എക്സ് ബൈ 360 ഡിഗ്രി. അപ്പോൾ 2π ഇൻറ്റു ആർ എന്ന് പറയുന്നത് 9 ആണ്, 9 ഇൻറ്റു 30 ബൈ 360 ഡിഗ്രി, 18π. ഇപ്പോൾ 2 ഇൻറ്റു 9 18 ആണ്, 18π ഇൻറ്റു 3 ബൈ 36 എന്ന് പറയും. 18 നമുക്കത് 2-3 തരത്തിൽ ചെയ്യാം. ഇനിയിപ്പം 18 നമുക്ക് ചെയ്യാവുന്ന സൗകര്യത്തിനനുസരിച്ച് നമുക്കൊരൊന്ന് മാറ്റിയത്. ഇപ്പം വേണമെങ്കിൽ ഇവിടുന്ന് 9 36 4 ടൈംസ് ആണ്, 9 4s are 36. ഇവിടെ 4 എഴുതാം, പിന്നെ ഇവിടെ 2 ഉണ്ട്, ഈ 4 ഉണ്ട്, അപ്പോൾ 2 4ൽ 2 ടൈംസ്, അങ്ങനെ നമുക്ക് 3/2 കിട്ടുമായിരുന്നു. പക്ഷെ നമുക്ക് ഓരോന്ന് ചെയ്യാനുള്ള ഓരോരോ ആൾക്കാരുടെ സൗകര്യം, നമുക്ക് എങ്ങനെ ഏറ്റവും ഷോർട്ടാക്കി കിട്ടുകയെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് 2 9s are 18π, 2 9s are 18π ഇൻറ്റു 3/36. 0 ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, 3/36. ഇനി ഈ 18 ഇതിൻ്റെ അകത്ത് 2 ടൈംസ്, 18 2 ടൈംസ്, വലിയ നമ്പറിന് എടുക്കുകയാണ് നമ്മൾ നമ്പർ എഴുതാം. 18 36 2 ടൈംസ്, നമുക്ക് എന്ത് കിട്ടി, 3/2π എന്ന് കിട്ടി. ഇത് നമ്മുടെ അയേൺ റിങ്ങിൻ്റെ, അതായത് ഈ ലെങ്ത് ഓഫ് ആർക്ക് എന്ന് പറയുന്നതാണ് നമ്മുടെ 3/2π എന്ന് പറയുന്നത്, ഈ പീസിൻ്റെ. ഇനി ഈ പീസിൻ്റെ ഇതേ ലെങ്ത് തന്നെയാണ് ഇതിൻ്റെ പെരിമീറ്റർ. അപ്പം നമുക്ക് ഇതിൻ്റെ റേഡിയസ് കാണാൻ നമുക്ക് എന്തെടുക്കാം? It is very clear that length of an arc of iron ring is equal to perimeter of small circle. ആ പെരിമീറ്റർ ഓഫ് സ്മോൾ സർക്കിൾ, അതായത് ഈ പീസ് കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ കംപ്ലീറ്റ് സർക്കിൾ ആയിട്ടുള്ളത്. ഈ ഒരു ആർക്കിൻ്റെ പീസ് കൊണ്ടാണ് ഇവിടെ കംപ്ലീറ്റ് സർക്കിൾ ആയിട്ടുള്ളത്. സോ ലെങ്ത് ഓഫ് എൻ ആർക്ക് ഓഫ് അയൺ റിംഗ് ഈസ് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് സ്മോൾ സർക്കിൾ. നമുക്ക് എന്ത് പറയാം, 2πr ഈക്വൽ ടു സ്മോൾ സർക്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് ഇവിടെയുള്ള ലെങ്ത് ഓഫ് ആർക്കാണ്. 2πr ഈക്വൽ ടു 3/2π. ഈ രണ്ട് ഭാഗത്തും എന്തുണ്ട്, പൈ ഉണ്ടത് ക്യാൻസലായി പോകും. അപ്പോൾ 2r ഈക്വൽ ടു 3/2. അപ്പോൾ എന്താണ് പറഞ്ഞത്, 2πr നമ്മുടെ വലിയ സർക്കിളിൻ്റെ പീസിൻ്റെ അകത്തുനിന്നാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ചെറിയ സർക്കിൾ ഫോം ചെയ്തിട്ടുള്ളത്. അതായത് വലിയ നമ്മുടെ അയൺ റിങ്ങിൻ്റെ അകത്തുനിന്നാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഒരു പീസിനെ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, വേറൊരു സർക്കിൾ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വലിയ സർക്കിളിൻ്റെ ഒരു പീസ് എന്ന് പറയുന്നതിൻ്റെ ലെങ്ത്ത് നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്, 3/2π. 3/2π എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ സ്മോൾ സർക്കിളിൻ്റെ പെരിമീറ്റർ ആയിരിക്കും. 2πr ഈക്വൽ ടു 3/2π. അപ്പോൾ ഈ രണ്ട് ഭാഗത്തും ലെഫ്റ്റും റൈറ്റും പൈ ഉണ്ട്, ദാറ്റ് ഗോട്ട് ക്യാൻസൽ. 2r ഈക്വൽ ടു 3/2. അപ്പോൾ r ഈക്വൽ ടു എന്ത് വരും, ഈ 2 താഴേക്ക് തന്നെ പോകും. ഇവിടെ 3/2 ഉള്ളത്,
E2 നമ്മുടെ 6 കാണുമ്പോൾ E2 താഴോട്ട് തന്നെ വരുമ്പോൾ അവിടെ 2 × 2 4 എന്ന് വരും. ഇപ്പോൾ 3/4 സെൻറ്റിമീറ്റർ. അല്ലെങ്കിൽ നമുക്കറിയാം 3/2 എന്ന് പറഞ്ഞാൽ 1.5 ആണ്. അപ്പോൾ 2R എന്ന് പറയുമ്പോൾ 1.5 ആണെങ്കിൽ, അതായത് ഇതിൻ്റെ 2R എന്ന് പറയുമ്പോൾ ഡയമീറ്റർ ആണ് അല്ലേ, ഡയമീറ്റർ 1.5 ആണെങ്കിൽ റേഡിയസ് എന്തായിരിക്കും, അതിൻ്റെ ഹാഫ് 0.75. അപ്പോൾ അങ്ങനെ പറയുന്നത് നമ്മൾ 3/4 സെൻറ്റിമീറ്റർ. അത് നമ്മൾ ഫ്രാക്ഷൻ ഉപയോഗിച്ച് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കങ്ങനെ 3/4 സെൻറ്റിമീറ്റർ എന്ന് പറയാം. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. പേജ് നമ്പർ 148 ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ സർക്കിൾ the length of an arc of central angle 40 degree is 3 pi centimeters. What is the perimeter of the circle? What is its radius? In a circle the length of arc of central angle തന്നിട്ടുണ്ട്. അത് നമ്മുടെ ലെങ്ത് ഓഫ് ആർക്ക് തന്നെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ നേരത്തെയൊക്കെ ലെങ്ത് ഓഫ് ആർക്ക് 2πr നമ്മുടെ ഇക്വേഷൻ വെച്ച് കണ്ടെത്തുമായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ലെങ്ത് ഓഫ് എൻ ആർക്ക് തന്നിട്ടുണ്ട്, 3π എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ സെൻട്രൽ ആംഗിളും തന്നിട്ടുണ്ട്. നമുക്ക് വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ സർക്കിളും വാട്ട് ഈസ് ദ റേഡിയസും ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന കാര്യം നമുക്ക് അതുപോലെ എഴുതി വെക്കാം. ഗിവൺ ലെങ്ത് ഓഫ് ആർക്ക് ഈക്വൽ ടു 3π. 3π നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. ഇനി ലെങ്ത് ഓഫ് ആർക്ക് കാണേണ്ട ഇക്വേഷൻ എന്താണ്? 2πr × x/360 ഈക്വൽ ടു 3π. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 2πr × x/360 ഈക്വൽ ടു 3π. നമ്മുടെ സെൻട്രൽ ആംഗിൾ 40 ഡിഗ്രിയും തന്നിട്ടുണ്ട്. നമുക്കിതിൽ പെരിമീറ്റർ കാണാം. അപ്പോൾ പെരിമീറ്റർ കാണേണ്ട ഇക്വേഷൻ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇതൊരിക്കലും ചേഞ്ച് ചെയ്യാൻ പാടില്ല. കാരണം ഈ ക്വസ്റ്റ്യനിൽ പെരിമീറ്റർ കാണേണ്ടത് 2πr എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗം തന്നെയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? 2πrനെ ഇവിടെ വെച്ചിട്ട് മറ്റുള്ളതിനെയൊക്കെ അങ്ങേ ഭാഗത്ത് കൊണ്ടുപോവുക. 2πr ഈക്വൽ ടു 3π × ഇത് ഈക്വൽ ടു അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഇസ് മൂവ് ടു അതർ സൈഡ് ഓഫ് ഈക്വൽ 40/360 ചേഞ്ചസ് ടു 360/40. This 0 got cancelled. 36/9, 36/4 equal to 9. 36/4 equal to 9 means 9 4s are 36. 2πr equal to 3π × 9, that's equal to 27π. 2πr എന്ന് പറയുന്നത് നമ്മുടെ പെരിമീറ്റർ ആണ്. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പെരിമീറ്റർ? പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ? പെരിമീറ്റർ ഈക്വൽ ടു 27π. ഇവിടെ നമുക്ക് പെരിമീറ്റർ എന്നുള്ളത് ഓൾറെഡി നമ്മുടെ ഇക്വേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് മൂവ് ചെയ്യാണ്ട് അവിടെ വെച്ചത്. കാരണം നമുക്ക് പെരിമീറ്റർ കണ്ടെത്തണം. പെരിമീറ്റർ ഇക്വേഷൻ ഫോർ പെരിമീറ്റർ ഈക്വൽ ടു 2πr. ഓക്കെ, നമ്മുടെ ലെങ്ത് ഓഫ് ആർക്കിൻ്റെ കൂടെ ഫ്രണ്ടിൽ എഴുതുന്നത് നമ്മുടെ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ തന്നെയാണ്. പെരിമീറ്ററിൻ്റെ കാരണം നിങ്ങൾക്ക് അറിയാമല്ലേ, നമ്മുടെ സർക്കിൾ വരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിങ്ങൾക്കത് പെട്ടെന്ന് നിങ്ങൾ ഓർമ്മിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ ഇവിടെ ഒരു സർക്കിൾ വരഞ്ഞിട്ടുണ്ട്. സർക്കിൾ ടോട്ടൽ പെരിമീറ്റർ എന്ന് പറയുന്നത് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ എത്തുന്ന ആ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ 2πr പെരിമീറ്റർ എന്ന് പറയും. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തൊരു പീസ്, ഒരു ഇത്രയുള്ള കഷ്ണം മുറിച്ചെടുത്താൽ അത് നമ്മൾ ഇതിൻ്റെ ഫ്രാക്ഷനാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഹാഫ് പാർട്ടാണെങ്കിൽ 2πr × 1/2 എന്ന് പറയും. അതായത് ഇതിൻ്റെ ഹാഫ് പാർട്ട്, നേരെ പകുതി മുറിച്ച് എന്ന് പറയുമ്പോൾ, അതായത് ഇതുപോലെയുള്ളൊരു ബാങ്കിളുണ്ട്. എന്തെങ്കിലും നിങ്ങളൊന്ന് ഓർമ്മിക്കുക. ഇപ്പോൾ ഇതുപോലെയുള്ള റൗണ്ടിലുള്ള മാത്രമാണ് നമ്മുടെ ദോഷമൊന്നും നമുക്കതിൻ്റെ രീതിയിൽ പറയാൻ പറ്റില്ല. റൗണ്ട് മാത്രമുള്ള സംഭവങ്ങൾ, റൗണ്ട് മാത്രമുള്ള ഈ വളമാതിരിയുള്ളത് മാത്രമുള്ള സംഭവം നമുക്ക് എന്താണ്, നേരെ പകുതി മുറിച്ച് കഴിഞ്ഞാൽ അതിനെന്ത് നമുക്ക് പറയാം? 2πrൻ്റെ ഹാഫ് പാർട്ടാണെന്ന് പറയാം. 2πr ടോട്ടൽ പെരിമീറ്റർ. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ഇത് മൊത്തം ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ തന്നെ എത്തുന്ന ഡിസ്റ്റൻസിനെയാണ് പെരിമീറ്റർ എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മുടെ പെരിമീറ്ററിൻ്റെ ലെങ്ത് ഓഫ് എൻ ആർക്ക് ഈക്വൽ ടു 3π. പെരിമീറ്ററിൻ്റെ ഭാഗമാണ്, 40 ഡിഗ്രി തന്നിട്ടുണ്ട് അല്ലേ, പെരിമീറ്ററിൻ്റെ കഷ്ണമാണ്. അപ്പോൾ 2πr × x/360. x means 40 degree. 40 degree by 360 degree equal to 3π. 2πr equal to 3π into 40/360 move to other side 360/40. 0 got cancelled. 36/4 equal to 9. 3π into 9 equal to 27π centimeter. നമുക്കിതിന് എന്ത് കാണാനുണ്ട്? റേഡിയസ് കാണാനുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ 2πr equal to 27. നമുക്കിവിടെ പെരിമീറ്റർ ഓഫ് സർക്കിൾ 2πr equal to 27π. ദെൻ 2r. ഈ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ ഈ പയ്യും ക്യാൻസൽ ആക്കിയിട്ട് ബാക്കിയുള്ളത്, കാരണം നമുക്ക് ഇവിടെ r കണ്ടെത്തണം. വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ മെഷർമെൻറ്റ് r, സോ ഐ റൈറ്റ് ഓൺലി 2r. ദിസ് പൈ ഗോട്ട് ക്യാൻസൽ. 2r equal to 27. 2r equal to 27. Then r equal to 27/2 equal to 13.5 centimeter. R equal to 27/2 equal to 13.5 centimeter. Length of an arc equal to 2πr into x/360 degree എന്ന് പറയുന്നത് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്.
ആ ഒരു കാര്യം നന്നായിട്ട് ഓർമ്മിക്കുക. നമ്മുടെ ഇക്വേഷനാണ് ലെങ്ത് ഓഫ് എൻ ആർക്ക്. എല്ലായ്പ്പോഴും നമ്മൾ ഏത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴായാലും അതിൻ്റെ ഇക്വേഷൻ നമ്മൾ മസ്റ്റായിട്ട് ഓർമ്മിക്കണം. അപ്പോൾ ഗിവൺ ലെങ്ത് ഓഫ് എൻ ആർക്ക് ഇതാണ്. എന്നിരുന്നാൽ നമ്മുടെ ഇക്വേഷൻ 2πr × x/360 ഡിഗ്രി എന്ന് പറയുന്ന ആ ഇക്വേഷൻ ലെങ്ത് ഓഫ് എൻ ആർക്ക് ഈക്വൽ ടു 2πr × x/360 എന്ന് പറയുന്ന ഇക്വേഷൻ എല്ലാവരും ഉറപ്പായിട്ടും ഏത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നമ്മുടെ ഈ ലെങ്ത് ഓഫ് ആർക്ക് എന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ പെട്ടെന്ന് ആ ഇക്വേഷൻ എഴുതി വെക്കാം. Second question, in a circle the length of an arc of central angle 25 degree is 4 cm. 25 ഡിഗ്രി ഉള്ള സെൻട്രൽ ആംഗിൾ ഉള്ളതിൻ്റെ ലെങ്ത് ഓഫ് ആർക്ക് 4 ആണ്. അങ്ങനെയാണെങ്കിൽ 75 ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും? നമുക്കറിയാം 25നോട് ഏത് മൾട്ടിപ്ലൈ ചെയ്താണ് 75 കിട്ടുക? 3 അല്ലേ? 25 ഡിഗ്രി ആകുമ്പോൾ 4 ആണെങ്കിൽ 75 ഡിഗ്രി ആകുമ്പോൾ എന്തായിരിക്കും? ഇവിടെ 25 75 കിട്ടാൻ വേണ്ടിയിട്ട് 25 × 3 ആണ്. അപ്പോൾ 4 × 3. അതുപോലെ നമുക്ക് ചെയ്ത് നോക്കാം. ലെങ്ത് ഓഫ് എൻ ആർക്ക് ഈക്വൽ ടു 2πr × x/360. ലെങ്ത് ഓഫ് എൻ ആർക്ക് വിത്ത് സെൻട്രൽ ആംഗിൾ 25 ഡിഗ്രി ഈക്വൽ ടു 4. ലെങ്ത് ഓഫ് എൻ ആർക്ക് വിത്ത് സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി 75 ആണ്. 25 ഡിഗ്രി 4 ആണെങ്കിൽ 75 ഡിഗ്രി എന്തായിരിക്കും? 25 75 തമ്മിലുള്ള റിലേഷൻ എന്താ? 25 × 3 is 75. So 4 × 3 ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെങ്ത് ഓഫ് എൻ ആർക്ക് ഹൂസ് റേഡിയസ് 1.5 മീ. ഇവിടെ നമുക്കുള്ളത് 1 സെൻറ്റിമീറ്റർ വരുമ്പോഴുള്ളതാണ് നോർമലി. അപ്പോൾ 1.5 റേഡിയസ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ലെങ്ത് ഓഫ് എൻ ആർക്ക് 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം അത് നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിൽ പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ട 75 ഡിഗ്രീൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ തന്നെയാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 1.5 ടൈംസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി. 75 ഡിഗ്രീൻ്റെ തന്നെയാണ് നമുക്ക് 1.5 കാണേണ്ടത്. സോ 75 ഡിഗ്രീൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 12 ആണ്. 12 × 1.5. 1.5 മീൻസ് 1 × 2 2, 2 + 1 3, 3/2. 12 × 3/2 ഈക്വൽ ടു 18. എന്ത് ചെയ്യുക? 2 12ൽ 6 ടൈംസ്, അല്ലെങ്കിൽ 3 × 6 18 വന്നു. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക 12 × 3 36 ആണ്. 36/2 ഈക്വൽ ടു 18. നമുക്ക് ആൻസർ എങ്ങനെയായാലും പെട്ടെന്ന് തന്നെ കിട്ടും. തേർഡ് ക്വസ്റ്റ്യൻ, ഫ്രം എ ബാംഗിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ പീസ് ഈസ് കട്ട് ടു മേക്ക് എ റിങ് ഓഫ് റേഡിയസ് 1/2 സെൻറ്റിമീറ്റർ. ഓർമ്മിക്കേണ്ടത് ഒരു ബാംഗിൾ ഉണ്ട്, റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഒരു പീസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റിങ് ആയിട്ട് മാറ്റുന്നുണ്ട്. ഒരു ബാംഗിളിൻ്റെ ഒരു പീസ് മുറിച്ചെടുത്തിട്ട് അതിനെ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അത് റേഡിയസ് 3 സെൻറ്റിമീറ്റർ ഉള്ള ബാംഗിളിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റിങ് എന്ന് പറഞ്ഞാൽ ചെറുത് മതി അല്ലേ? കൈക്കിടുന്ന വിരലിനിടുന്നത് വള പോലെയുള്ള സാധനങ്ങൾ വേണോ? വേണ്ടല്ലോ. ഇപ്പോൾ റിങ് ഓഫ് റേഡിയസ് 1/2 സെൻറ്റിമീറ്റർ അതിനെ കൊണ്ട് റിങ് ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. വി വോണ്ട് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഷുഡ് ബി ദ സെൻട്രൽ ആംഗിൾ ഓഫ് പീസ് ടു ബി കട്ട് ഔട്ട്. നമ്മൾ ഈ 1/2 സെൻറ്റിമീറ്ററുള്ള റിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ലെങ്ത് ഉള്ളത് കട്ട് ചെയ്യണം? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ, ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ ബാംഗിൾ വാസ് വെൻ ടു മേക്ക് എ സ്മോളർ ബാംഗിൾ വാട്ട് ഈസ് ദ റേഡിയസ്. ഒരു വലിയ സർക്കിൾ 3 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഉണ്ടായിരുന്നു. 3 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു വലിയ സർക്കിൾ ഉണ്ട്. നമ്മൾ പീസ് ഓഫ് ബാംഗിൾ നമുക്ക് എന്ത് കാണണം? അത് പീസ് ഓഫ് ബാംഗിൾ കാണണം. പീസ് ഓഫ് ബാംഗിൾ എന്ന് പറയുന്നത് പെരിമീറ്റർ ഓഫ് സർക്കിൾ ആണ്. ഏത് പീസ് ഓഫ് ബാംഗിൾ എന്ന് പറയുന്നത്? പെരിമീറ്റർ ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് പെരിമീറ്റർ ഓഫ് നമ്മുടെ റിംഗ് ആണ്. പെരിമീറ്റർ ഓഫ് സർക്കിൾ, പെരിമീറ്റർ ഓഫ് റിംഗ് ആണ്. പെരിമീറ്റർ ഓഫ് സർക്കിൾ റിംഗ്. നമ്മുടെ പീസ് ഓഫ് ബാംഗിൾ എന്ന് പറയുന്നത് നമുക്കറിയാം. പീസ് ഓഫ് ബാംഗിൾ എന്ന് പറയുമ്പോൾ ലെങ്ത് ഓഫ് ആർക്കാണ്, സെയിം ആണ്. അതല്ലേ ബാംഗിളിൻ്റെ പീസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ആർക്കാണ്. 2πr × x/360 ഡിഗ്രി ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് റിംഗ് എന്ന് പറയുമ്പോൾ 2π × 1/2. അതിൻ്റെ 2πr ആണ് പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പീസാണ്. 2πr × x/360. ഇത് 2πr തന്നെയാണ്. r എന്ന് പറയുന്നത് പക്ഷെ നമുക്കറിയാം 1/2 ആണെന്നറിയാം. നമ്മുടെ റിങ്ങിൻ്റെത് 1/2 ആണ്. 2πr × r എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? r എന്ന് പറയുന്നത് ബാംഗിളിൻ്റെത് 3 ആണ്, ബാംഗിളിൻ്റെ പീസ്. 2π × 3 × x ഡിഗ്രി നമുക്കറിയില്ല. നമ്മൾ നോക്കിയിട്ട് എക്സ് ഡിഗ്രി നമ്മൾ എത്രയാണെന്ന് കണ്ടെത്തുക വേണ്ടത്. അതായത് എത്ര ഇതിലുള്ളത് കട്ട് ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ 2π × 3 × x/360 ഡിഗ്രി ഈക്വൽ ടു π. നമ്മുടെ ലെഫ്റ്റും റൈറ്റുള്ള പൈ അങ്ങ് കട്ടായി പോകും. ബാക്കി എന്തേ ഉള്ളൂ? 2 × 3 6. 6x/360 ഈക്വൽ ടു 1. എക്സ് ഡിഗ്രി കാണുമ്പോൾ നമ്മൾ എന്ത് പറയും? ഇത് ഇങ്ങോട്ടേക്ക് പോകും. അപ്പോൾ 6/360 ഉള്ളത് എന്താവും? 360/6 ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പം നമുക്ക് എത്ര ലെങ്ത്തുള്ള സെൻട്രൽ ആംഗിൾ കട്ട് ചെയ്യണം? നമ്മളോട് ചോദിക്കുന്നത്
വാട്ട് ഷുഡ് ബി ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ പീസ് ടു ബി കട്ട് ഔട്ട്. നമ്മൾ എത്ര ഡിഗ്രിയുള്ള സെൻട്രൽ ആംഗിൾ ഉള്ള പീസ് കട്ട് ചെയ്യേണ്ട വരും എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ ബാങ്കിളിൻ്റെ അകത്തുനിന്ന്, അതായത് ഒരു ബാങ്കിൾ ഇത് അവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു ബാങ്കിൾ ഉണ്ട്, ബാങ്കിളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് പീസ്, ഈ പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പീസ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റിങ്, അതായത് ഇതൊരു ബാങ്കിളാണ്. ഈ ബാങ്കിൾ 3 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പീസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പീസ് എടുത്തിട്ട് ഈ പീസ് കൊണ്ട് നമ്മൾ റിങ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ലെങ്ത് ഓഫ് ആർക്ക് തന്നെയായിരിക്കും ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. ഈ ലെങ്ത് ഓഫ് ആർക്ക് തന്നെയായിരിക്കും ഈ പെരിമീറ്റർ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 1/2 ആണ്, ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി കിട്ടിയത്. ഇനി റിമൈനിങ് പാർട്ട് നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കണം, ബാക്കിയുള്ള പാർട്ടിനെ കൊണ്ട്, അതായത് ഇനി ഇവിടുന്ന് ഇത്ര വരെയുള്ള പീസ് ബാക്കിയാണ്, ഇവിടുന്ന് ഇത്ര വരെയുള്ള പീസ് ബാക്കിയാണ്. അപ്പോൾ ഈ പീസിനെ കൊണ്ട് എന്ത് ചെയ്യുന്നു, വേറൊരു ബാങ്കിൾ ചെയ്യുന്നു. അതായത് ഇപ്പം വലിയൊരു സൈസിലുള്ള ഒരു മദറിൻ്റെ ബാങ്കിളിനെ കൊണ്ട് എന്ത് ചെയ്യാം, ബാങ്കിൾ എടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്നൊരു പീസ് എടുത്തിട്ട് ഒരു കുട്ടിക്ക് മോതിരം ഉണ്ടാക്കാം. ആ ബാക്കിയുള്ള പീസിനെ കൊണ്ട് എന്തും ചെയ്യാം, വേറൊരു ബാങ്കിളും ഉണ്ടാക്കാം അല്ലേ, വേറൊരു ബാങ്കിളും ഫോം ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇത് ലെങ്ത്ത് മാറ്റാതെ എന്ത് ചെയ്യുക, അതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, നമ്മളത് ത്രെഡിൻ്റെ കാര്യം നമുക്ക് പെട്ടെന്ന് പറ്റില്ല, ഇത് ആകുമ്പോൾ ഒടിയൂലെന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യുക, അത് മെൽറ്റ് ചെയ്തിട്ട് അതേ അതിൻ്റെ ഇത് ലെങ്ത്തൊന്നും കൂട്ടാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതൊരു ചെറിയ സൈസിലുള്ള ബാങ്കിളാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ലെങ്ത് ഓഫ് റിമൈനിങ് പാർട്ട് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് ബാങ്കിൾ മൈനസ് പെരിമീറ്റർ ഓഫ് റിങ്. നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഈ ബാക്കിയുള്ള ഭാഗം കാണാൻ നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ പെരിമീറ്ററിൻ്റെ അകത്ത് ഈ പെരിമീറ്റർ അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ മതി. ടോട്ടൽ പെരിമീറ്റർ ഈക്വൽ ടു 2π × 3, 2πr മൈനസ് 2πr തന്നെയാണ്. 2π ഇൻറ്റു ലാർജ് സർക്കിൾ, അതായത് ബാങ്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 3 ആണ്. 2π × 3 മൈനസ് 2π × ½ റിങ്ങിൻ്റെത് 1/2 ആണ്. അപ്പോൾ 2π × 3 6π. ഈ 2 ക്യാൻസലായി പൈ മാത്രമേ ഉണ്ടാവുള്ളൂ. 6π മൈനസ് π ഈക്വൽ ടു 5π. അപ്പോൾ പെരിമീറ്റർ ഓഫ് സ്മോളർ ബാങ്കിൾ എന്ന് പറയുന്നത് 5π ആണ്. പെരിമീറ്റർ ഓഫ് സ്മോളർ ബാങ്കിൾ എന്ന് പറയുന്നത് 5π ആണ്. അതായത് 2πr ഈക്വൽ ടു 5π 2r. ഇപ്പോൾ പൈ എന്ത് ചെയ്യുക, ഗോട്ട് ക്യാൻസൽ. നമ്മളിനി എന്ത് ചെയ്യുക, മറ്റേതിൻ്റെ അതെല്ലാം പെരിമീറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ. 2πr ഈക്വൽ ടു 5π. പെരിമീറ്റർ ഓഫ് സ്മോളർ ബാങ്കിൾ ഈക്വൽ ടു 5π. പെരിമീറ്റർ ഓഫ് സ്മോളർ ബാങ്കിൾ ഈക്വൽ ടു 5π. എവിടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ 2πrനെ കയറി വരിക. 2πr ഈക്വൽ ടു 5π. പൈ ഗോട്ട് ക്യാൻസൽ. ദെൻ 2r ഈക്വൽ ടു 5, which implies r equal to 5/2 equal to 2.5 സെൻറ്റിമീറ്റർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ത് മാത്രമേ ഉള്ളൂ, നമുക്ക് ലെങ്ത് ഓഫ് റിമൈനിങ് പാർട്ട് വേണം. ലെങ്ത് ഓഫ് റിമൈനിങ് പാർട്ട് എന്ന് പറയുന്നത് 5π കിട്ടും. എന്തുകൊണ്ടാണ് 5π കിട്ടുന്നത്, ലെങ്ത് ഓഫ് റിമൈനിങ് പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ടോട്ടൽ സർക്കിൾ, ടോട്ടൽ പെരിമീറ്റർ മൈനസ് പെരിമീറ്റർ ഓഫ് റിങ്. അതായത് ഇവിടെ നിന്നൊരു പീസ് എന്ത് ചെയ്തിട്ടുണ്ട്, ടോട്ടൽ മുറിച്ച് മാറ്റിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ പീസിൻ്റെ ലെങ്ത് നമുക്ക് എങ്ങനെ കണ്ടുപിടിച്ചു, ഈ പെരിമീറ്റർ ഓഫ് റിങ് എന്നാണ്. അപ്പോൾ നമുക്ക് ഇത് ടോട്ടൽ പെരിമീറ്റർ കാണാൻ വേണ്ടി ഇതിൻ്റെ റേഡിയസ് അറിയാം. പിന്നെ വേറെ കുഴപ്പം 2πr ആണ്. 2πr റേഡിയസ് മാത്രം അറിഞ്ഞാൽ നമുക്ക് പെരിമീറ്റർ കാണാൻ പറ്റും. 2πr r മെഷർമെൻറ്റ് ഈസ് 3 സെൻറ്റിമീറ്റർ. ദെർഫോർ പെരിമീറ്റർ ഓഫ് ബാങ്കിൾ ഈക്വൽ ടു 6π. 2π × 3 6π. പെരിമീറ്റർ ഓഫ് റിങ് ഈക്വൽ ടു 2π × half got 1/2 got cancelled. 6π minus π equal to 5π. പെരിമീറ്റർ ഓഫ് സ്മോളർ ബാങ്കിൾ ഈക്വൽ ടു 5π. വീണ്ടും ബാങ്കിളിൻ്റെ വലിയ ബാങ്കിളിൽ നിന്ന് ചെറിയ റിങ്ങിൻ്റെ സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് പെരിമീറ്റർ ഓഫ് സ്മോളർ ബാങ്കിൾ ഈക്വൽ ടു 5π. 2πr ഈക്വൽ ടു 5π. പൈ ഗോട്ട് ക്യാൻസൽ. 2r ഈക്വൽ ടു 5. Then r equal to 5/2 equal to 2.5 സെൻറ്റിമീറ്റർ.